സത്യം മറക്കരുതേ. അത് ഏതു നേരവും അണയാം ഓർമ്മ വേണം. മരണത്തെ ഭയപ്പെടല്ലേ, അത് ഈശോയിലേക്കുള്ള പാതയല്ലേ. മരണം വരുമെന്ന സത്യം മറക്കരുതേ. മനസ്സിലെ വെറുപ്പും വൈരാഗ്യവും നാം മറന്നിടേണം. മനസ്സിലെ വെറുപ്പും വൈരാഗ്യവും നാം മറന്നിടേണം. മനസ്സിലെ മാലിന്യം നീക്കിടേണം. മുറിവുകൾ സുഖമാക്കും നാഥന്റെ മുൻപിൽ അണഞ്ഞിടേണം. മുറിവുകൾ സുഖമാക്കും നാഥന്റെ മുൻപിൽ അണഞ്ഞിടേണം. മനുജാ നീ അണഞ്ഞിടേണം, അണഞ്ഞിടേണം. മരണം വരുമെന്ന സത്യം മറക്കരുതേ. അത് ഏതു നേരവും അണയാം ഓർമ്മ വേണം. മരണം വരുമെന്ന സത്യം മറക്കരുതേ. അത് ഏതു നേരവും അണയാം ഓർമ്മ വേണം. മരണത്തെ ഭയപ്പെടല്ലേ, അത് ഈശോയിലേക്കുള്ള പാതയല്ലേ. മരണം വരുമെന്ന സത്യം മറക്കരുതേ. അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ, അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. അനുവാദമില്ലിനി ഈ മണ്ണിൽ
തുടരാൻ അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. വാസം ഭൂമിയിൽ ശാശ്വതമല്ലല്ലോ, അനശ്വരമായ ഗേഹമകലേ. വാസം ഭൂമിയിൽ ശാശ്വതമല്ലല്ലോ, അനശ്വരമായ ഗേഹമകലേ. കൂട്ടിനു വന്നവരെ, കൂടെ നടന്നവരെ, ദൈവം പ്രതിഫലമേകും. കൂട്ടിനു വന്നവരെ, കൂടെ നടന്നവരെ, ദൈവം പ്രതിഫലമേകും. അനുവാദമില്ലിനി മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. ശാന്തിയിൽ നീന്തുവാൻ, പാപങ്ങൾ നീങ്ങുവാൻ ഓർക്കണമേ പ്രാർത്ഥനയിൽ. ശാന്തിയിൽ നീന്തുവാൻ, പാപങ്ങൾ നീങ്ങുവാൻ ഓർക്കണമേ പ്രാർത്ഥനയിൽ. ആയുസ്സിൻ താളുകൾ ഏറെയുണ്ടെന്നോർത്തുപോയി ഒരുങ്ങിയിരുന്നില്ല ഞാൻ. ആയുസ്സിൻ താളുകൾ ഏറെയുണ്ടെന്നോർത്തുപോയി ഒരുങ്ങിയിരുന്നില്ല ഞാൻ. അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എൻ്റെ
സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. അനുവാദമില്ലിനി മണ്ണിൽ തുടരാൻ, അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. ഓരോ
ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. മണ്ണാൽ മനയപ്പെട്ടവൽമേനി മണ്ണായി അഴിയും കുഴിയിൽ. മണ്ണാൽ മനയപ്പെട്ടവൽമേനി മണ്ണായി അഴിയും കുഴിയിൽ. ശ്വാസം നിൽക്കുമ്പോൾ ആത്മാവോ തന്റെ വാസം തേടിപ്പോം വേഗം. ശ്വാസം നിൽക്കുമ്പോൾ ആത്മാവോ തന്റെ വാസം തേടിപ്പോം വേഗം. ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും. ഈ ലോകത്തിൽ ഏത് പ്രായത്തിലുള്ളവനായിരുന്നാലും ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് വലിയ വിഷമവും ഭാരവും ഉണ്ട്. കാരണം ഇനിയും ഈ ലോകത്തിൽ തമ്മിൽ കാണുവാൻ സാധിക്കത്തില്ലല്ലോ എന്നുള്ളതായ വലിയ ഭാരം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ജഡത്തിലായിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവാന്റെ ബന്ധത്തിൽ ജീവിച്ച ഇവിടെ വിട്ട് കടന്നു പോകുന്നവരെ കുറിച്ച് നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് തിരുവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നെ വിശ്വസിപ്പേൻ, ദൈവത്തിലെ വിശ്വസിപ്പേൻ. പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഈ ലോകത്തിൽ ആയിരിക്കുന്ന മനുഷ്യർക്ക് ഹൃദയം കലങ്ങേണ്ടതായ, ഭാരപ്പെടേണ്ടതായ അനേക സന്ദർഭങ്ങൾ ഇതിൽ കടന്നു വരും. ഇങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിലൊക്കെയും ആശ്വാസം തരുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ് നാം ആശ്വാസങ്ങൾ. യേശു പറഞ്ഞ്, ഇങ്ങനെയുള്ളപ്പോൾ എന്നിൽ വിശ്വസിക്കാതിരിക്കുക, ദൈവത്തിലും വിശ്വസിക്കുക. കാരണം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. താൽക്കാലികം മാത്രമാണ് ഏത് മനുഷ്യനും ഈ ലോക ജീവിതമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്പകാലം മാത്രമുള്ളത്, എപ്പോഴാണ് അവസാനമെന്ന് നമുക്കറിയത്തില്ല. സമയത്തിലോ അസമയത്തിലോ ഒരുക്കത്തോടെ ഇന്നല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ ഒഴുകാൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം മനുഷ്യന്റെ കഷ്ടതയാണ്, പ്രയാസങ്ങളാണ്, ദുഃഖങ്ങളാണ്. കൂടെ ഉപേക്ഷിച്ച് ദൈവസ്ഥലത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ശലോമോൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പൊടി പണ്ട് ആയിരുന്നതുപോലെ പൊടി ൂടായിരിക്കുന്ന ശരീരത്തിനുള്ളിൽ വലിയൊരു ആത്മാവുണ്ട്, അത് ദൈവസ്ഥലത്തിൽ ചെന്നെത്തിയേ മതിയാകത്തുള്ളൂ. ഈ തോമാച്ചായ 80-ാമത്തെ വയസ്സിൽ ആകപ്പെട്ട് കടന്നുപോയി. ഇത് താൽക്കാലികമായ വേർപാട്. ദൈവസ്ഥലത്തിൽ ജീവിച്ചിരുന്ന കർത്താവായ യേശുവുമായി ബന്ധത്തിൽ ജീവിക്കുന്നവർക്ക് താൽക്കാലിക മരണമാണ്, ദൈവസ്ഥലത്തിൽ ജീവിക്കുകയാണ്. യോബിന്റെ ചോദ്യം ഇതായിരുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കഷ്ടതയുള്ളവനാണ്, പിന്നീട് ഒരു ജീവിതമുണ്ടോ? യേശു എടുത്തു പറയുന്ന കാര്യം, ജീവിച്ചിരുന്ന എന്നെ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരണം കാണുകയില്ല. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവായ ബന്ധത്തിൽ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയാൽ, വിശുദ്ധ ജീവിതം നയിച്ചാൽ, അങ്ങനെയുള്ളവർക്ക് ഒരു നാളും മരണമില്ല. താൽക്കാലികമായി യേശുക്രിസ്തുവായ ബന്ധത്തിൽ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവുകയും തങ്ങളുടെ ശരീരമാണെന്ന വസ്ത്രം കുഞ്ഞാട് രക്തത്താൽ അലക്കി വിളിപ്പിക്കുകയും ചെയ്തവൻ അവൻ മരിച്ചാൽ എഴുന്നേറ്റ് വരും. നീ വിശ്രമിച്ചു, വിശ്രമത്തിലേക്ക് കടന്നു പോവുകയാണ്. അവസാനം കർത്താവായ യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ എടുക്കപ്പെടുക. ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധിയോടെ ജീവിക്കുന്ന എന്റെ വ്യക്തിപരമായ പേരുകൾ സുവിശേഷം വരുന്നു. ഞാൻ എന്റെ അനുസരണം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടിൽ
ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണിവോ. സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മണകാന്തനെയൊന്നു കാണുവാൻ മനക്കാത്തു കാത്തിടുന്നു. മണകാന്തനെയൊന്നു തീർന്നു സവിതേ വരമില്ല പാരിൽ സമവും വരാനില്ല പാരിൽ സമവും. സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെയൊന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെയൊന്നു മരിച്ചോർ കരുണമേ നല്ലോർമ്മ നിന്റെ കർത്താവേ, കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞതായ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ യാത്രയെ ദൂരസ്ഥമായിട്ട് നിർവഹിക്കുന്ന ഈ ദാസന്റെ ആത്മാവ് ആശ്വാസവും ആനന്ദവും നിറഞ്ഞതായ സ്ഥലങ്ങളിലേക്ക് അതിന്റെ വിശുദ്ധ മാനകമാരാൽ നയിക്കപ്പെടുവാനും പുനരുദ്ധാന ദിവസം അതിലൂടെ ആനന്ദം അനുഭവിച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാവായ നിന്നെ മുഖപ്രസന്നതയോടുകൂടെ അഭിമുഖീകരിക്കുവാനും ഇടയാക്കണമേ. കനിവോട് കൈക്കൊള്ളണം ഇവനെ വിധിയതിലെ തെരുതേനാഥ നിൻ ശരണത്തിൽ നീതിനാം ദാസനുമശിഹ സ്മൃതി നൽകി നിൻ മഹിമോദയ ദിവസത്തിൽ പല ഭാഗത്തായി ചേർക്കണം. പാർപ്പിക്കും വഴി കാണിക്കും പറുദീസിൽ കാവൽ ശരണത്തിൽ നിൻ കൃപയിൽ നീതിനാമി സോദരനേ. ഈ ദാസന്റെ ആത്മാവിന് വേണ്ടി നിങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ക്രൂരന്മാരായ അശുദ്ധപിശാചുക്കളുടെ പിടിയിൽ നിന്നും അന്തരീക്ഷത്തിലെ അദൃശ്യശത്രുക്കളുടെ വഞ്ചക സമൂഹത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ള വാസസ്ഥലങ്ങളിൽ എത്തുവാൻ തക്കവണ്ണം ഈ ദാസന്റെ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ. പിതാവ് പുത്രനും പരിശുദ്ധരുമായുള്ളവേ, ഈ ആത്മാവിന്റെ വിശുദ്ധന്മാരുടെ പട്ടണത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ള സ്ഥലത്ത് താമസിക്കുകയും ചെയ്യുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ചു അനുഗ്രഹങ്ങളും യാചിക്കണം.
സ്തോത്രവും പ്രതിമ്പോഴ്ചയും മാന്യമുഖാന്തരായ നല്ല ഔഷധവും സദായിപ്പോഴും യോഗ്യരായി ഭവിക്കണമേ. നീങ്ങളായോടുകൂടെ ഇരിക്കുന്ന നാളുകളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബലവാനും യോദ്ധാവും ഭയങ്കരനും സകലത്തെയും ഭരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ സകലവും ഉണ്ടാവുകയും നിന്റെ കൽപ്പനയാൽ തന്നെ എല്ലാം അഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. തിരുവിഷ്ടപ്രകാരം ജീവനോട് അങ്ങിത്താൽ അവസാനവും സംഭവിക്കുന്നു. ദൈവമേ, ജീവക്രാണവും സകലത്തിന്റെയും വിശ്വാസവും നീയാകുന്നു. നിന്നുള്ള പ്രത്യാശയിൽ അപകടപൂർണമായ ജീവിതമാകുന്ന ഈ താൽക്കാലിക വിദേശവാസത്തിൽ നിന്നും യാത്രയായി നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസരിൽ കരുവ് തോന്നേണമേ. നിന്റെ ആശ്വാസ ഭവനങ്ങളിലേക്ക് കടക്കോളം നിന്റെ വിശുദ്ധ സേനകളാൽ ഈ ദാസന് സഹായം നൽകണമേ. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ കർത്തൃത്വം ആഘോഷിക്കപ്പെടുകയും നിന്റെ രാജ്യത്വം വെളിപ്പെടുകയും നിന്റെ പരാക്രമം അറിയപ്പെടുകയും നിന്നെ കുറിച്ചുള്ള ഭയം എല്ലാവരിലും ഉണ്ടാവുകയും ചെയ്യുന്നതായ അവസാന ദുഷ്ടന്മാർ ലജ്ജിക്കുകയും വിജാതിയർ മ്ലാനോദരാവുകയും ദുഷ്കർമ്മികൾ നാണിച്ചു നിൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നിന്റെ മഹിമയുടെ സിംഹാസനം ഒരുക്കപ്പെടുകയും ആനന്ദപ്രദമായ നിന്റെ ശബ്ദമില്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയും നീതി കോപിക്കുകയും അഗ്നി ജ്വലിക്കുകയും ആൾമൂർച്ച കൂട്ടപ്പെടുകയും അന്ധകാരം വ്യാപിക്കുകയും നാശവും ദണ്ഡനവും വിധിക്കപ്പെടുകയും പല്ലുകടി കേൾക്കപ്പെടുകയും ഉത്തമന്മാർ വേർതിരിക്കപ്പെടുകയും പാപികൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും സർവരുടെയും പ്രവൃത്തികൾ പരസ്യമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് ദൈവം തമ്പുരാനെ അവിടെയുള്ള ശിക്ഷാവിധിയിൽ നിന്നും നിന്റെ ദാസന്റെ ആത്മാവിനെ നീ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹം മൂലം ഇവനിൽ കരുണ ചെയ്യണമേ. ഈ ദാസൻ ചെയ്തു പോയിട്ടുള്ളതായ പാപങ്ങളെ നീ പരിഗണിക്കരുതേ. ദൈവം തമ്പുരാനെ, ഈ ദാസൻ ചെയ്ത ഹീനകർമ്മങ്ങളെ നീ ഓർക്കുകയും വരുതേ. ഭയങ്കരമായ നിന്റെ ന്യായവിധിയിൽ ദാസനെ ശിക്ഷിക്കരുതേ. നിന്നെ സ്നേഹിച്ചിട്ടുള്ള കൂട്ടത്തിൽ നിന്നും ഈ ദാസൻ ആദരിക്കപ്പെടുവാൻ ഇടയാക്കരുതേ. നിന്റെ കരുണയും ചിറക് വിരിച്ച് നിന്റെ മകനെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ ദിവസത്തിനായി സന്തോഷപൂർവ്വം കാത്തിരിക്കുന്ന നിന്റെ സകല സ്നേഹിതന്മാരും മത്സരന്മാരും ഈ ദാസന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ രാജ്യത്തിനായി ഇവനെ അർഹനാക്കണമേ. മുഖപക്ഷമില്ലാത്തവനും അവനവന്റെ പ്രവർത്തികൾക്ക് തക്കതുപോലെ എല്ലാവർക്കും പ്രതിഫലം നൽകുന്നവനുമായ നീതിയും സത്യവുമുള്ള ന്യായാധിപതിയായുള്ളവേ, ഈ ദാസൻ സന്തോഷാനന്ദങ്ങളോടുകൂടെ നിന്നോട് മനോഹരയിലേക്ക് പ്രവേശിക്കുകയും നിന്റെ കരുണയും കൃപയും സ്തുതിച്ച് പാടുകയും ചെയ്യുമാറാകണമേ. നിനക്ക് നിന്റെ പിതാവിനോടും പരിശുദ്ധയോടും കൂടെ സ്തുതി യോഗ്യമാകുന്നു. സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്ന വിശ്വാസിയായിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവിൽ നീ വിമോചകനും പാപപരിഹാരകനും ആയിരിക്കണമേ. ഈ ദാസന്റെ